പോയത്. ഇസ്രായേലിൽ പോയി, ഈ അറ്റാക്കിന് തൊട്ട് മുമ്പ് ഇസ്രായേലിൽ പോയി നെതന്യാഹു കെട്ടിപ്പിടിച്ചു. നെതന്യാഹുവിന്റെ ഭാര്യ കാവി വസ്ത്രം അണിഞ്ഞു വന്നു, കണ്ടോ നോക്കൂ സഫ്രോൺ എന്ന് പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ചു. ഇന്ത്യയിൽ എന്താണ് മോദിജിയുടെ ഡിപ്ലോമസിയെ പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ മതി നൗഫലെ. മോദിജി വിദേശ രാജ്യങ്ങളിൽ പോയി വിദേശ രാഷ്ട്രത്തലവന്മാരോട് തമാശ പറയുന്ന വിഷ്വലുകളുടെ വോയിസ് ആംപ്ലിഫൈ ചെയ്തിട്ട് റീലുകളായിക്കൊണ്ടിരിക്കുകയാണ്, തമാശയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രിയെ തമാശ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം പറയുന്ന ഇംഗ്ലീഷ് ആർക്കും മനസ്സിലാവുന്നില്ല, കേട്ടുനിന്നാർക്കും മനസ്സിലാവുന്നില്ല. സപ്ന 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 എന്നൊക്കെ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. ആരോട്? ഹിന്ദി പോലും അറിയാത്ത ആളോട് എന്തൊക്കെയോ പറയുന്നു. മാക്രോൺ കഴിഞ്ഞ ദിവസം മാക്രോണിനെ കണ്ടപ്പോൾ മാക്രോണിനോട് ചോദിക്കുകയാണ്, ആർ യു ജോഗിങ് മുംബൈ, എന്തൊക്കെയോ ചോദിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ചിരിക്കുന്നു. അപ്പൊ ഇത് തമാശ പറയാണ്. അവർ വിചാരിക്കുന്ന ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത് വിചാരിക്കുക. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിദേശ വേദികളിൽ ഒരു കോമാളിയായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. അതിവിടെ ആഘോഷിക്കപ്പെടുക ഇന്ത്യയിൽ തന്നെ. അപ്പൊ ഇന്ന് ഈ സോണിയാഗാന്ധിയുടെ ലേഖനം വന്നപ്പോൾ ജിമ്മി പറഞ്ഞല്ലോ, ആ ഒരു ധൈര്യം കോൺഗ്രസ് കാണിച്ചു. ഈ ധൈര്യം കോൺഗ്രസ് കിട്ടിയ എവിടെയാണെന്ന് അറിയാം? ഇന്ത്യയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ അപകടം മനസ്സിലായി. അവർ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് മോദിജിയെ. ആ ധൈര്യത്തിലാണ് കോൺഗ്രസ് പോലും പ്രതികരിക്കുന്നത്. കോൺഗ്രസിന് പേടിയാണ് ഇതൊക്കെ പറയാൻ. മറ്റൊരു കാര്യം, ഇതിങ്ങനെ പറയാനുള്ള ഭയത്തിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള ഒരു വിദേശ രാജ്യത്തിന്റെ ബന്ധം മുലയ്ക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയാൽ എടുത്തകത്തിടാനുള്ള വകുപ്പ് ഇന്ത്യൻ നിയമത്തിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആളുകൾ മിണ്ടാത്തത്. പക്ഷേ ഇനി അധികകാലം അത് മിണ്ടാതിരിക്കില്ല. അതിന് ഏറ്റവും നല്ല തെളിവ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി.